RC റേഡിയോ വൈറ്റ് ആർമിയിലേക്ക് സ്വാഗതം. മേലാറ്റൂർ RMHSSന് കീഴിൽ പ്രവർത്തിക്കുന്ന RM സ്പോർട്സ് അക്കാദമിക്ക് കീഴിൽ ഈ വർഷത്തെ ഫുട്ബോൾ അത്ലറ്റിക് കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി. കായിക അധ്യാപകരായ ഷെബിൻ, അബ്രാർ കൂട്ടുകെട്ടിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കോച്ചിംഗ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരള സ്പോർട്സ് കൗൺസിൽ അംഗവും മുൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീം ക്യാപ്റ്റനുമായ മങ്കട സുരേന്ദ്രൻ സർ നിർവഹിച്ചു. ചടങ്ങിന് KT നാരായണൻ മാസ്റ്റർ സ്വാഗതവും മാനേജർ മേലാറ്റൂർ പത്മനാഭൻ അധ്യക്ഷ ഭാഷണവും നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ സുഗുണപ്രകാശ് മാസ്റ്റർ വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാരം നൽകി സംസാരിച്ചു. കായിക അധ്യാപകൻ ഷെബിൻ നന്ദി അറിയിച്ചു. ക്യാമ്പിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളും രക്ഷിതാക്കളും അധ്യാപകരായ കൃഷ്ണപ്രഭ, ഷിജു, അഫീഫ്, മൻസൂർ, സാജിദ്, ഉബൈദ്, ഷാനവാസ്, സുജിത, അനാമിക, മുൻ അധ്യാപകരായ ശശി, സണ്ണി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ തലത്തിലും ജില്ലയിലും സബ് ജില്ലയിലും സ്കൂളിലുമൊക്കെ തന്നെ നമ്മളെ കൊച്ചു കായിക താരങ്ങൾ എല്ലാ മേഖലയിലും പുതിയ ഉണർവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അധ്യയന വർഷം 2024-25 അധ്യയന വർഷത്തിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് നമ്മുടെ വിദ്യാലയത്തിലെയും അതുപോലെ തന്നെ മേലാറ്റൂർ RM സ്പോർട്സ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ നമ്മളൊരു കായിക കുതിപ്പിനുള്ള തുടക്കം കുറിക്കുകയാണ്. സുരേന്ദ്രൻ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മേലാറ്റൂരുള്ള സ്റ്റേഡിയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈവക്ക്. മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള സ്റ്റേഡിയം പഞ്ചായത്ത് വകയിലുള്ള ആ സ്റ്റേഡിയത്തിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരത്തിൽ മലപ്പുറം സൂപ്പർ സ്റ്റുഡിയോ ക്ലബിന് വേണ്ടി അണിനിരന്ന് ശക്തമായ മനോഹരമായ മത്സരത്തിൽ പങ്കെടുത്ത് ഫുട്ബോൾ കാഴ്ചവെച്ച് വളർന്നു വന്ന, ഇന്നും ഫുട്ബോൾ രംഗത്ത് നിലനിൽക്കുന്ന ആളാണ് മങ്കട സുരേന്ദ്രൻ. ആ ഓർമ്മകൾ വന്നു. പിന്നെ പപ്പേട്ടൻ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ ഈ ക്യാമ്പ് സന്ദർശിക്കും. അതിന് ഞാൻ ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുക. പിന്നെ ഇവിടെ നിങ്ങളെ 2 PT മാഷന്മാരുണ്ട്, ഷെബിനും എൻ്റെ അബ്രാമും. ഷെബിൻ എൻ്റെ ക്യാമ്പിൽ സീനിയർ ഡിസ്ട്രിക്റ്റിന് മലപ്പുറം ജില്ലാ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് വന്ന ആളാണ്. നല്ല ഗോൾ കീപ്പറായിരുന്നു, ജില്ലാ ടീമിന് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ സ്കൂളിൽ തന്നെ മാഷായിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യം ഉണ്ടെന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ 2 കാര്യം സൂചിപ്പിക്കാം. ഒന്ന്, ഫുട്ബോൾ അത്ലറ്റിക്സും കുറച്ചധികം ഞാൻ ഫുട്ബോളിലാവും പറയാം. എൻ്റെ ഫീൽഡ് ആയതുകൊണ്ടാണ്. അത് അത്ലറ്റിക്സുകാരും ഒന്നും പിന്നെ മറ്റൊന്നും ധരിക്കേണ്ട. ഫുട്ബോളായാലും അത്ലറ്റിക്സ് ആയാലും ഒരു കളിയാണ്. കളി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? കളി എന്ന് പറയുമ്പോൾ നമ്മളതൊരു തമാശ കാര്യത്തിൽ എപ്പോഴും കാണുക. കളി എന്താണ്? ഒരു തമാശയാണ്. പക്ഷെ ആ ഒരു രൂപത്തിൽ നിന്ന് മാറി അത് കാര്യമാണ്. അതാണ് നമ്മൾ ഈ കോച്ചിങ് ക്യാമ്പ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു, കളിയിലാണ് കാര്യം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് കളിയിൽ വലിയ കാര്യമില്ലാതെ. പക്ഷേ ഈ കളിയിൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് രക്ഷിതാക്കളും തിരിച്ചറിയണം, ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളും തിരിച്ചറിയണം. റേഡിയോ വൈറ്റ് ആർമി എന്നുമെന്നും നിങ്ങൾക്കൊപ്പം.